ശ്രദ്ധിച്ചിരിക്കണം. ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്ന് ആർക്ക് പറയാൻ പറ്റും? 73 എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? കൈവന്നിച്ചേ. 53 എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? കൈവന്നിച്ചേ. ശ്രദ്ധിക്കുക, ദോഷന്മാരാകാതെ കർത്താവിന് എല്ലാവരും ശ്രദ്ധിക്കണം. എവരിബഡി ലിസൺ. ഓക്കേ. കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ മോശന്മാരാകരുത്. അടുത്തിരുന്നോട് വിഡ്ഢികളാകരുതെന്ന് പറഞ്ഞു. അടുത്തിരുന്നോട് പറഞ്ഞു വിഡ്ഢികൾ. നിങ്ങൾ വീഞ്ഞ് കുടിച്ച് ഉന്മത്തരാകരുത്. നിങ്ങളെ വീഞ്ഞെന്ന് പറഞ്ഞാൽ വിസ്കി അടിച്ച് മത്തരാകരുത്. ബ്രാൻഡി, വിസ്കി, പിന്നെ ഏതൊക്കെയാണ്? ചോപ്ര കുപ്രയൊക്കെ ഇല്ലേ? റമ്മ്, അതെല്ലാം കൂടെയാണ് ഫിറ്റായി കോക്ടെയിൽ പരുവത്തിലാകണം എന്നാണ് പറയുന്നത്. ബുദ്ധിയുള്ളവൻ ചെയ്യത്തില്ല, ബുദ്ധി ഇല്ലാത്തവൻ അടിച്ച് ഫിറ്റായി കിറങ്ങി താഴെ വീണ് കിടക്കും. അതാണ്. ഓക്കെ, ഇത് ഒരു പേക്കും 2 പേക്കും അടിക്കുന്ന കാര്യമല്ലേ പറയുന്നത്. ഇത് ഫുൾ മത്തരാകേണ്ട അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മറന്ന്. ചിലര് ഫുൾ പൂസായി കഴിഞ്ഞാൽ തെരുവിളി ആരംഭിക്കും അല്ലേ? കേട്ടിട്ടുണ്ടോ? വഴിയെ പോകുന്ന ഫുൾ പൂസ് ഉള്ള ആൾക്കാർ ഇങ്ങനെ ആടി പോകുന്നത്, തെറി പറഞ്ഞുകൊണ്ട് പോകുന്നത് നിങ്ങളെ കൂട്ടത്തിൽ അല്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, ആണെങ്കിൽ അത് മാറ്റി നിന്ന്. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. അതിൽ ദുരാസക്തിയുണ്ട്. അതിൽ വലിയ പാപങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണകൾ മറഞ്ഞു കിടക്കുന്നു. നിങ്ങൾ മത്തായി ഫുൾ ഫിറ്റിലായാൽ വലിയ പാപങ്ങൾ ചെയ്യുവാനുള്ള പ്രവണതകൾ, അതിന്റെ ടെംപ്റ്റേഷൻസ് അതിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വേറെ പറയുന്നതാണ്. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുക. നിങ്ങൾ ആത്മാവിനാൽ നിറയുക. അടുത്തിരിക്കുന്ന ആത്മാവിൽ നിറയുക. ആത്മാവിൽ നിറയുക. പരിശുദ്ധാത്മാവിൽ നിറയുക. പരിശുദ്ധാത്മാവിൽ നിറയുക. പരിശുദ്ധാത്മാവിന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ കിട്ടിയാലും മതിയാവത്തില്ല, നിറഞ്ഞാലും മതിയാവത്തില്ല. ഹല്ലേലൂയ. ഈ കസേരയിൽ ഇരിക്കണമെങ്കിൽ ഒരു അഭിഷേകം വേണം. നിങ്ങൾ ഭക്ഷണം എടുത്ത് കഴിക്കണമെങ്കിലും ഒരു ദൈവത്തിന്റെ അഭിഷേകം വേണം. ഇതിന്റെ മൂല്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് പോയെങ്കിലേ കാര്യങ്ങൾ മനസ്സിലാവുന്നു. ദൈവവചനത്തിനെ കൂടുതൽ സ്നേഹിക്കുന്നവന്റെ അർത്ഥം അവൻ യേശുവിനെ സ്നേഹിക്കുന്നു. ദൈവവചനം സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ യേശുവിനെ സ്നേഹിക്കുന്നില്ല. ഓക്കെ, ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ പറയുകയാണ്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാവാതെ നിങ്ങൾ വലിയ പാപത്തിലേക്ക് പോകരുത്, നിങ്ങൾ വിഡ്ഢികളാകരുത്. മറിച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്താ ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ നിറയണം. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയണം. എല്ലാവരും ഉറക്കം പറയും, പരിശുദ്ധാത്മാവിനാൽ നിറയണം. പരിശുദ്ധാത്മാവിനാൽ നിറയണം. പവർഫുൾ ആയിരിക്കും, ശക്തിയേറിയവനായിരിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നിവർത്തിക്കാൻ പറ്റും. നിരാശ നിങ്ങളെ തൊടുകയില്ല, പരാജയം നിങ്ങളെ വിഴുങ്ങുകയില്ല. സന്തോഷമുള്ളവരെന്ത് ചെയ്യും? സന്തോഷമുള്ളവർക്ക് പുഞ്ചിരിക്കും, പിന്നെ ആഹ്ലാദിക്കും, പിന്നെ കരങ്ങളടിക്കും, പിന്നെ ചാടി എഴുന്നേൽക്കും. എല്ലാവരും ഇരിക്കുകയാണ്, ഒരാൾക്ക് സന്തോഷമില്ല അല്ലേ? പറഞ്ഞു സ്വർഗസ്വനായ പിതാവേ എന്ന് പറയും മനോഹരമായ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി എത്ര വർഷം. അതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവം കേട്ടിട്ടുണ്ടോ? ഇല്ലേ? എന്താ അല്ലേ? ഭൂമിയിൽ. അപ്പൊ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് വെച്ചാൽ അർത്ഥം അങ്ങയുടെ ഗവൺമെന്റ് വരണമേ. അങ്ങയുടെ രാജ്യം വരണമെന്നാണ് ഗവൺമെന്റ് എന്നല്ലേ? അല്ലേ? അങ്ങയുടെ ഗവൺമെന്റ് എന്നിൽ വന്ന് ഭരിക്കണമേ. അപ്പൊ എന്നിലൊരു ഗവൺമെന്റ് ഉണ്ട്, അതങ്ങ് മാറും. അത് ഇരുട്ടിന്റെ ഗവൺമെന്റാണ്. മനസ്സിലായല്ലോ? സംഭവം മനസ്സിലായോ? വെളിച്ചത്തിന്റെ രാജ്യമായ സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ രാജ്യം എന്നിലും നിങ്ങളിലും വന്നാൽ നിങ്ങളിലും എന്നിലുമുള്ള ഇരുട്ടിന്റെ രാജ്യം അപ്രത്യക്ഷമാകും. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടെങ്കിൽ അന്നേരം ആർത്ത് വിളിച്ചോണം. ഓക്കെ,
നിങ്ങളെ ആ വചനം തൊട്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞോണം. അതാരാണ് തിരിക്കുന്നത് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു ഹല്ലേലൂയ തടസ്സമില്ല. രാജ്യം എന്നിൽ വരണമേ, അങ്ങയുടെ ഗവൺമെന്റ് എന്നിൽ സ്ഥാപിക്കപ്പെടണമേ എന്ന് വെച്ചാൽ സർവശക്തനായ ദൈവത്തിന്റെ രാജ്യത്തിൽ പട്ടിണിയില്ല, രോഗമില്ല, പ്രശ്നങ്ങളില്ല, വേദനയില്ല, നിരാശയില്ല, ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരു പൈശാചിക പ്രവണതകളും ഇല്ല. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് ഞാൻ ചെറുപ്പകാലം തൊട്ടേ പ്രാർത്ഥിക്കുന്നു. എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നപ്പോഴാണ് എന്റെ സംഭവം വിട്ടിരിക്കുന്നത്. അതുവരെ ഞാൻ ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ഗവൺമെന്റിന്റെ മുൻപിൽ കീഴടങ്ങുകയാണ്. ദൈവത്തിന്റെ ഗവൺമെന്റിന്റെ മുൻപിൽ ഞാൻ കീഴടങ്ങി. അപ്പോൾ എന്നിൽ ഇപ്പോൾ വരെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരുവനുണ്ട്. ആരാ? ഇരുട്ടിന്റെ ഗവൺമെന്റ്. അവൻ നീങ്ങിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും തലയിലേക്ക് കൈ വെച്ച് പറഞ്ഞു, വചനം കേൾക്കാൻ ഒരു കൃപ തരണമേ. എല്ലാവരും അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം വരണമേ. എല്ലാവരും അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം എന്നിൽ സ്ഥാപിക്കപ്പെടട്ടെ. അങ്ങയുടെ രാജ്യം എന്നിൽ സ്ഥാപിക്കപ്പെടട്ടെ. അങ്ങയുടെ ഗവൺമെന്റ് എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അങ്ങയുടെ ഗവൺമെന്റ് എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. സ്വർഗ്ഗം എന്നെ ഭരിക്കട്ടെ. സ്വർഗ്ഗം എന്നെ ഭരിക്കട്ടെ. ഇതാണ് ശരി. ഇന്ത്യ ഗവൺമെന്റിനെ അമേരിക്കൻ ഗവൺമെന്റ് പിടിച്ചു. അതൊന്നും വിചാരിച്ചു. അപ്പൊ പിന്നെ ഇവിടെ എന്തായിരിക്കും? എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും അല്ലേ? എല്ലാവർക്കും ജോലി ഇല്ലെങ്കിൽ ശമ്പളം കിട്ടിക്കൊണ്ടേയിരിക്കും. ആഴ്ചയില് ഒരു $200 വെച്ച് കിട്ടും. ഹല്ലേലൂയ. രാഷ്ട്രീയ കളികളൊന്നും നടക്കിയല്ല. എന്തൊക്കെ പ്രശ്നങ്ങളായാലും പ്രശ്നമല്ല. അപ്പൊ അമേരിക്കയിലെ ഏതൊരു രാജ്യമാണെങ്കിലും അവർ വന്ന് രാജ്യം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവരുടെ ആണ് സ്ഥാപിക്കുന്നത്. പാകിസ്ഥാൻ വന്ന് ഈ രാജ്യം പിടിച്ചെടുത്താണ് കഥയും ആലോചിച്ചു. തീവ്രവാദികളായിരിക്കും ഇവിടെ ഭരിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. സ്വർഗരാജ്യം എന്റെ ജീവിതത്തിൽ വന്ന് ഭരണം ആരംഭിച്ചാൽ സ്വർഗത്തിലുള്ള സകല ഫെസിലിറ്റീസും എനിക്ക് ഭൂമിയിൽ കിട്ടും. പിന്നെ കർത്താവേ എനിക്ക് തരണേന്ന് പറഞ്ഞാൽ ഇരുന്നാ പാടോ മതിയോ? നിങ്ങൾ അംബാസിഡേഴ്സ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ സേനാധിപതിയാണ്, അംബാസിഡറാണ്, സ്വർഗത്തിന്റെ അംബാസിഡറാണ്, സ്വർഗത്തിന്റെ പ്രതിനിധിയാണ്. നിങ്ങളും ഞാനും സ്വർഗത്തിന്റെ പ്രതിനിധികളാണ് ഈ ഭൂമിയിൽ. നമുക്ക് അവകാശമുണ്ട്. കർത്താവിന്റെ സ്വത്തിന്മേൽ, കർത്താവിന്റെ അനുഗ്രഹത്തിന്മേൽ നമുക്ക് അവകാശമുണ്ട്. ഈ അവകാശം നമ്മള് വിശ്വസിച്ചേറ്റെടുക്കുക. അതാണ് ഏറ്റവും വലുത്. ഇതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു രാജ്യം ഭരണമേ എന്നുള്ള പഠിപ്പിൽ നിങ്ങൾ എവിടുന്നേലും കേട്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഒരുപാട് ജ്ഞാനത്തിൽ പോയതാണല്ലോ. ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ബോധ്യപ്പെട്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ബോധ്യപ്പെട്ടോ? ഇപ്പൊ നിങ്ങൾ ഭരിക്കുന്ന ഏത് രാജ്യം? പറഞ്ഞ ദൈവരാജ്യത്താൽ ഞാൻ ഭരിക്കപ്പെടുന്നു. എന്റെ ഉള്ളിൽ ഗവൺമെന്റ് ഉണ്ട്. അത് സ്വർഗരാജ്യത്തിന്റെ ഗവൺമെന്റാണ്. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം എന്നിൽ വസിക്കുന്നു. അങ്ങയുടെ രാജ്യം. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നിട്ടൊന്ന് ഫുൾ കറങ്ങിക്കേ. പ്രയാസങ്ങളെ പേടിക്കുവോ? ഹേമാലിയെ പേടിക്കുവോ? ഓ വ്യാധികളെ പേടിക്കുവോ? ഇല്ല. എന്നിലുള്ളവൻ പുറമേ ഉള്ളവനെക്കാളും എന്നിലുള്ളവൻ പുറമേ ഉള്ളവനെക്കാളും വലിയവൻ. ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും വേണം. ഓക്കെ. പിന്നെ വിശ്വാസ പ്രമാണത്തിലേക്ക്. വിശ്വാസ പ്രമാണം എല്ലാവരും പ്രവർത്തിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കും. ഓക്കെ. അതിന്റെ സാരാംശം റോമർക്കെഴുതിയ ലേഖനത്തിന്റെ 10:9 പറയുന്നു. ആ വിശ്വാസ പ്രമാണത്തെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കിയിരിക്കുകയാണ് പൗലോസ്.
റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 10:9 അതിനെ വിപുലീകരിച്ച് വിശ്വാസ പ്രമാണമാക്കി. ഓക്കെ, പ്രവർത്തിച്ചു. കമോൺ. ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞു ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ്. പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചു ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. എന്തിനാ ഇങ്ങനെ ഒരു വിവരണം? അന്നത്തെ നാട്ടിൽ ഒരുപാട് യേശുമാരുണ്ടായിരുന്നു, ഒരുപാട് ജീസസുമാരുണ്ടായിരുന്നു. അപ്പൊ ഏത് ഈശോയിലാ വിശ്വസിക്കുന്നത്? പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച അങ്ങനെ വേറെ ഈശോ ഇല്ല. ഈ ഈശോ മാത്രമേ ഉള്ളൂ, നസ്രായനായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വിഭജിക്കുന്നത്. ആരെഴുതി വെച്ചാലും ബുദ്ധിയുള്ളവനും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവനുമാണ് വിശ്വാസപ്രമാണം എഴുതി വെച്ചത്. പ്രൈസ് ഗോഡ്. അത് ഏത് യേശു എന്ന് ഓർത്തണ്ട. ജോഷുവ അല്ലെങ്കിൽ യെശുവഹം എന്ന് പറയുന്നത് ഒരു കോമൺ നെയിമാണ് യഹൂദ മതത്തിൽ. രക്ഷകൻ എന്നാണ് അർത്ഥം. ഒരു സാധാരണ ഇവിടെ മത്തായി, മോലോസ് അല്ലെങ്കിൽ യോഹന്നാൻ എന്നൊക്കെ പറഞ്ഞ് ഒരു കോമൺ നെയിം ആയിരുന്നു അന്നവിടെ. അവിടെ ഏത് യേശുവിനെ വിശ്വസിക്കുന്നത്? ഏത് യേശു? പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും വിശ്വാസമുണ്ടോ? അപ്പൊ ഉറപ്പിച്ചല്ലോ, നമ്മുടെ രക്ഷകൻ ആരാണ്? നസ്രായനായ യേശു ക്രിസ്തു. രക്ഷ വന്നു. ഓക്കെ, യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ രക്ഷകൻ. എന്താണ് ബൈബിൾ പറയുന്നത്? എന്താണ് ബൈബിൾ പറയുന്നത്? ആർക്ക് പറയാം? ധൈര്യത്തോടു കൂടി. ഇതിലേതെങ്കിലും ഒന്ന് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റുന്നവരും ചാടിയല്ലേ? ഹല്ലേലൂയ. യേശുവിന്റെ നാമമല്ലാതെ യേശുവിന്റെ ബഹുമാനം കൊടുക്കുക. ഹല്ലേലൂയ. ഏകരക്ഷകനായ ക്രിസ്തു മാത്രമേ. ഇംഗ്ലാ വിളിക്കുന്ന പോലെ വേണം പിടിക്കാൻ. ആമേൻ. അതെ, യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ ഏകരക്ഷകൻ. മക്കളെ, അമ്മമാരോട് പറയാണ്, യേശു ക്രിസ്തു മാത്രമാണ് ക്രൂശിൽ നിനക്ക് വേണ്ടി നിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി രക്തം ചിന്തി നിന്റെ പാപങ്ങളെ കഴുകി വൃത്തിയാക്കി വെടിപ്പാക്കി ശുദ്ധീകരിച്ചത്. ഇന്നലെ നമ്മൾ പഠിച്ചു, യേശു മാത്രം. ചിലരിങ്ങനെ പറയാറുണ്ട്, എല്ലാ മതങ്ങളെയും ദൈവത്തിലേക്ക് അടുക്കുന്നുണ്ട്, എന്നാൽ സർവശക്തനായ യഹോവയായ ദൈവത്തിലേക്ക് എല്ലാ മതങ്ങളും അടുപ്പിക്കുന്നില്ല. അത് ക്രിസ്തുവിലൂടെ മാത്രം. ഈ സത്യം ഞാൻ വിളിച്ചു പറയുന്നത്, യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് രക്ഷ. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഞാൻ തന്നെയാണ് ഉദ്ധാനവും ജീവനും. എന്തെങ്കിലും മാറ്റമുണ്ടോ? അതാണ് വിശ്വാസ പ്രമാണം തെളിയിക്കുന്നത്. തിരുസഭയുടെ ആദ്യത്തെ വിശ്വാസ പ്രമാണം പ്രാർത്ഥനയിൽ യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന് അതിൽ നിന്ന് വിളിച്ചു പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ 2000 വർഷങ്ങൾക്ക് മുമ്പ്, 2024 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 2000 അദ്ദേഹം എനിക്ക് തോന്നുന്ന ക്രിസ്തുവിനെ കർത്താവ് 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 എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും യേശു ക്രിസ്തുവിനെ ദൈവം മരിച്ചവനും ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഈ ഒരൊറ്റ വാക്കിൽ നിങ്ങൾ പിടിച്ചു നിന്നാലോ നിങ്ങൾക്ക് രക്ഷ. അതായത് ഞാൻ ഒരു ടെസ്റ്റിമണി പലപ്പോഴും പറഞ്ഞാണ്, 2003 ഫെബ്രുവരി മാസം ഞാൻ
ഡെഡ്, മരിച്ചു. എൻ്റെ ആത്മാവ് എഴുന്നേറ്റു. സ്വർഗത്തിൽ നിന്ന് വലിയൊരു ലൈറ്റ് എൻ്റെ മേൽ കടന്നു വന്നു. എനിക്ക് മനസ്സിലായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ സ്വർഗത്തിലേക്ക് ട്രാൻസ്പോർട്ട് ആവും. I will be taken in the glory എന്നെനിക്ക് ബോധ്യപ്പെട്ടു. എന്നാലും എൻ്റെ ഉള്ളിൽ ഉപബോധ മനസ്സിൽ ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് കുറച്ചുകൂടി ആത്മാക്കളെ നേടണം. അത് പറഞ്ഞ മാത്രയിൽ എൻ്റെ ആത്മാവിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ ജീവിക്കുന്നത്, നിൽക്കുന്നത്. അത് അന്നൊരു 40 ദിവസം ഉപവസിച്ചിട്ട് എൻ്റെ 22ാമത്തെ ദിവസമായിരുന്നു. ഞാൻ കൊളാപ്സ് ആയിരുന്നു. ഞാൻ ടോയ്ലറ്റിൽ പോയി ടവൽ ബാറിൽ അബുദാബി വെച്ചിട്ടാണ്. ടവൽ ബാറിൽ ഇങ്ങനെ പിടിച്ചതേ ഓർമ്മയുള്ളൂ. ഞാൻ വാതിലടച്ചിരുന്നു. പക്ഷെ ഞാൻ ബോധം തെളിയുമ്പോൾ വാതിലിന്റെ പുറത്ത് എൻ്റെ ഈ 2 കാലും ബാത്റൂമിലും ഉടനെ പുറത്തു വരുന്നു. എൻ്റെ വൈഫ് കാണുന്നത് അങ്ങനെയാണ്. ആരാണ് എന്നെ പിടിച്ചതിന്റെ പുറത്തേക്ക് ഇട്ടത്? വാതിലടച്ചിരുന്നു. ആരാണ് പിടിച്ച് പുറത്തിട്ടത്? ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ എൻ്റെ ദൂതന്മാർ നിന്നെ താങ്ങി. അതാണ് ഞാൻ കേട്ട സ്വരം. ദൈവദൂതന്മാർ. എത്ര പേർക്ക് ദൈവദൂതന്മാരെ കുറിച്ച് അറിയാമോ? പല തരത്തിലുള്ള ചിറകുള്ളവരുണ്ട്, ചിറകില്ലാത്തവരുണ്ട്, 4 ചിറകുള്ളവരുണ്ട്, 6 ചിറകുള്ളവരുണ്ട്. പല രൂപത്തിലും ഭാവത്തിലുമുള്ള ദൈവദൂതന്മാരുണ്ട്. 1998 എൻ്റെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ കടന്നു. വളരെ വലുത്. അതെന്റെ കരങ്ങൾ എൻ്റെ ചെസ്റ്റിലേക്ക് വളരെ ശക്തമായിട്ട് അമർത്താൻ തുടങ്ങി. അതായത് ഒരു ചിറകിന്റെ സൈഡ് തന്നെ ഏകദേശം 8 അടി ഉയരം. അപ്പൊ ആ വ്യക്തിക്ക് ഒരു 10-12 അടി ഉയരമെങ്കിലുണ്ട്. അത്രയ്ക്കും ഹ്യൂജ് ആയിട്ടുള്ള വെണ്ണയേറിയ നോക്കാൻ സാധിച്ചില്ല. അത്രയ്ക്കും ഭയങ്കരമായിരുന്നു. 1999 ഒക്ടോബർ മാസം 25-ാം തീയതി യേശു ക്രിസ്തു എൻ്റെ ബെഡ്റൂമിൽ കടന്നു വന്നു. അത്രയ്ക്കും ബന്ധമുള്ളത് കൊണ്ട് ഇവിടെ 10,000 പട്ടാളക്കാർ വന്നിട്ട് പറയാം, മോനെ നീ ഇപ്പൊ യേശുവിനെ വിട്ട് ഞങ്ങളുടെ മതത്തിൽ അല്ലെങ്കിൽ നിരീശ്വരവാദിയാകാൻ പറഞ്ഞാൽ ഞാൻ ധൈര്യത്തോടെ കൂടി കൈ ഉയർത്തി കാണിച്ചിട്ട് പറയാം, നോ വേ. ഒന്നെങ്കിൽ കർത്താവ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ വേറൊന്നുമില്ല. യേശുവിന് വേണ്ടി മരിക്കുവാനും നമ്മൾ തയ്യാറാണെങ്കിൽ ആരും രക്തസാക്ഷിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ചില ധ്യാനങ്ങളുണ്ട് ഇപ്പോഴ്. എന്താണെന്നറിയോ? രക്തസാക്ഷി ധ്യാനം. രക്തസാക്ഷിയാകാൻ പഠിപ്പിക്കുക, പ്രാർത്ഥിക്കുക. രക്തസാക്ഷിയാകാൻ ഒരാവശ്യമില്ല. നീ സുവിശേഷം വിലക്കിയിരിക്കുന്ന നാട്ടിൽ പോയി സുവിശേഷം പറഞ്ഞാൽ നിനക്ക് രക്തസാക്ഷിയാകാം. രക്തസാക്ഷിയാകാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. സിമ്പിൾ ആയിട്ടുള്ള ചില കോമൺ സെൻസുകൾ നമ്മൾ മനസ്സിലാക്കുക. അതാണ് യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തിത്വം. യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തിത്വം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞെങ്കിൽ മാത്രമേ ഈ ഗട്സ് വരൂ, ഈ ധൈര്യം വരൂ. അതിന് ഉദാഹരണമാണ് പത്രോസ്. പത്രോസ് മീൻപിടുത്തക്കാരനായിരുന്നു. പേടിച്ച് വരച്ചിരിക്കുന്നവരാണ്. അവൻ യേശുവിനെ തള്ളിപ്പോയി. കോഴി കൂയി. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യം. ആ സമയത്ത് കൂടെ വിറച്ചിട്ട് കാലിലേക്കൊരു മുട്ട് തമ്മിൽ ഇടിച്ചിട്ട് അവൻ രാത്രിയിൽ പറഞ്ഞു, എനിക്കറിയത്തില്ല, നോ ഐഡിയ യേശുവിനെ. ഓ നോ വേ. പക്ഷെ അതിനുശേഷം പശ്ചാത്തപിച്ചു, അതിനുശേഷം മനസ്സാന്തരപ്പെട്ടു, അതിനുശേഷം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. ഓ എന്നെ മാർക്കോസിന്റെ മണിമാലയ മുകളില് മാളിക മുകളില് പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് അവന്റെ മേലും 120 പേരുടെ മുമ്പിൽ കടന്നു വന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്തുണ്ടായി? അവരാരും ഇങ്ങനെ ഇരുന്നില്ല. അവർ ചാടി കഴിഞ്ഞു. നീ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്നലെ ഉണ്ടായിരുന്നു, കഴിഞ്ഞുപോയി. നമ്മുടെ ജീവിതത്തിൽ പലരും മാറ്റപ്പെട്ടു എങ്കിലും അതിൽ പിടിച്ചു തൂങ്ങാതെ ഒരു പ്രത്യാശയാണ്, മഹത്വത്തിന്റെ പ്രത്യാശ യേശുവാണ്. യേശുവിനെ നീ ആശ്രയിച്ചാൽ മഹത്വത്തിന്റെ പ്രത്യാശയിൽ നിനക്ക് മുന്നേറാം. ഹല്ലേലൂയ. ആരാ മഹത്വത്തിന്റെ പ്രത്യാശ? ആരാ മഹത്വത്തിന്റെ പ്രത്യാശ?
യേശു ക്രിസ്തു. ആണ് ബൈബിൾ പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയാണ് ക്രിസ്തു യേശു. മഹത്വത്തിന്റെ പ്രത്യാശ. അടുത്തിരിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ മഹത്വം നമുക്ക് പൂർണ്ണമായിട്ടും അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. ആ പരിശുദ്ധാത്മാവിൽ മാത്രം നിറഞ്ഞു നിൽക്കണം. ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഐക്യതയുണ്ടാകണം. പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണം. പരിശുദ്ധാത്മാവിനെ ആരാധിക്കണം. പരിശുദ്ധാത്മാവുള്ള അനുവാദം ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഇന്നോട്ട് ശ്രമിച്ചോ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ ഞാനത് ചെയ്യണോ വേണ്ടയോ? അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? പരിശുദ്ധാത്മാവുള്ള അനുവാദം ചോദിക്കും. അപ്പൊ നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് എനിക്ക് രോഗം മാറുന്നില്ല എന്നുള്ള ചിന്ത മാറ്റി യേശു എൻ്റെ രോഗം 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി കുന്നിൽ അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുക. അത് സംസാരിക്കുക. എന്തുകൊണ്ട് പോകുന്നില്ല എന്നല്ല പറയേണ്ടത്, അവൻ എന്നെ ഏറ്റെടുത്തു, അതുകൊണ്ട് എന്നെ സ്വതന്ത്രമാക്കി എന്നാണ് ചിന്തിക്കുന്നത്. എന്താണ് സങ്കീർത്തനം? എന്താണ് സങ്കീർത്തനം? ആർക്കും അറിയാൻ പറ്റും? സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പാട്ട്, ഗാനം. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ സിനിമാ പാട്ടല്ല, അത് യഹൂദന്മാരുടെ ഇടയിൽ വായിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ആ ഒരു സങ്കീർത്തന ശൈലി, സങ്കീർത്തനം പറഞ്ഞാൽ പാട്ടെന്നാണ് അർത്ഥം. അത് നിങ്ങൾ ദൈവവചനം പാട്ടിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ആലപിക്കാൻ സാധിക്കും. ബാത്റൂം സിംഗേഴ്സ് എത്ര പേരുടെ? ബാത്റൂമിൽ കയറുമ്പോൾ മൂളിപ്പാട്ട് പാടുന്നവരില്ലേ? ആ മൂളിപ്പാട്ടിന് പകരം പരിശുദ്ധാത്മാവിന്റെ വചന മൂളിപ്പാട്ട് പാടും സങ്കീർത്തനമായി. യഹോവ എന്റെ, അല്ലെ കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവില്ല. പിന്നെ മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു. നിന്റെ ദേഹി നിറയുന്നു, നിന്റെ മനസ്സ് മുഴുവനും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുന്നു. അതിനുശേഷം നിന്റെ ശരീരം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് എനിക്ക് മാറ്റം വന്നേ പറ്റൂ. നിങ്ങൾ ദൈവവചനത്തിലായിരിക്കുന്നേ, ദൈവവചനത്തിലായിരിക്കുന്നേ. എല്ലാവരും പറഞ്ഞാൽ ദൈവവചനത്തിലായിരിക്കുന്നേ. ഞാൻ നിൽക്കുന്നത് ദൈവവചനത്തിലാണ്. ഞാൻ നിൽക്കുന്ന ദൈവവചനത്തിലാണ്. പണ്ടൊരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്യം പറയാണ്, ഞാൻ ദൈവത്തിന്റെ വചനത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ കാണണമെന്ന് ബൈബിൾ വെച്ച് ബൈബിൾ മോളിക്കരുത്. അതുപോലെ വിഡിത്തരം ചെയ്യരുത്. വചനത്തിലാണ് നിൽക്കുന്നത്. ആത്മാവില്ല വചനം. വചനം ആത്മാവും ജീവനുമാണ്. വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. ജീവനും ആത്മാവുമാണ്. ജീവനും ആത്മാവുമാണ്. ജീവനും ആത്മാവുമാണ്. ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. ജീവനും ആത്മാവുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.